കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിച്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിക്കുകയാണ്. അവിടെ നിന്നവരുടെ പ്രതികരണം ലഭ്യമാകുന്നുണ്ട്. ഉയർന്ന തലത്തിലുള്ള അന്വേഷണം, ജുഡീഷ്യൽ എൻക്വയറി. വൈ ദ ഗവൺമെന്റ് ഈസ് അഫ്രൈഡ് ഓഫ് ആൻ എൻക്വയറി ബൈ ദ ജുഡീഷ്യൽ ഓഫീസർ? ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ് ഈ കാര്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ള അവരുടെ ജീവൻ രക്ഷിക്കാൻ, അവർക്ക് ശ്വാസം കൊടുക്കാൻ, പ്രാണവായു കൊടുക്കാൻ പരിശ്രമിച്ചിരുന്നെങ്കിൽ അവർ 2.25 മണിക്കൂറിലധികം സമയം മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിനെ ന്യായീകരിക്കാനുള്ള മന്ത്രിമാരുടെ വ്യഗ്രതയാണ് കുറ്റകരമായിട്ടുള്ള ഒരു നടപടി. അതിന്റെ ഫലമായിട്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകി 2.25 മണിക്കൂർ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടിയ വീട്ടമ്മ ദാരുണമായിട്ട് മരണപ്പെട്ടത്. സത്യത്തിൽ അത് കൊലപാതകം തന്നെയാണ്. നിയമപരമായും ധാർമ്മികമായും ഇവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ ഈ കോളേജ് അധികാരികളും അതിന് ഉത്തരം പറയണം. മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായും നിയമപരമായും യാതൊരു അർഹതയുമില്ല. വലിയ കൃത്യവിലോപമാണ്, കുറ്റകരമായ അനാസ്ഥയാണ്. ഈ സംഭവത്തെ ന്യായീകരിക്കാനുള്ള അതിയായ വ്യഗ്രതയിലാണ് ഈ അബദ്ധം അവർ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി വന്നിട്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്പോട്ടിലേക്ക് വരാനോ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ഒരു പ്രാഥമിക അന്വേഷണം നടത്താനോ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതും എന്തുകൊണ്ടാണ്? കാരണം ന്യായീകരിക്കാൻ ഒന്നുമില്ല. കേരളത്തിലെ ഗവൺമെന്റ് ആരോഗ്യരംഗത്തിന്റെ തകർച്ച ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ തലവന്റെ വെളിപ്പെടുത്തൽ, അതിനെ മുഖ്യമന്ത്രി ലഘൂകരിക്കാനും നിഷേധിക്കാനും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ, ഡോക്ടർ ആരിസ് ഹസനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശൈലി സ്വീകരിക്കുകയും ചെയ്തുവെങ്കിൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം അതിനേക്കാൾ രൂക്ഷമാണ് എന്ന് ഓരോ ദിവസത്തെയും സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ചേരാറുണ്ടായിരുന്നില്ല. തകരാറിലായ കെട്ടിടം, അതിന് പകരമായിട്ട് കെട്ടിടം പണിതിരുന്നെങ്കിൽ പോലും ആ കെട്ടിടത്തിലേക്ക് വാർഡുകൾ മാറ്റുന്നതിന് എന്തിന്റെ കാലതാമസമാണ്? ഇന്നലെ ധൃതി പിടിച്ച് വാർഡുകൾ മാറ്റാൻ, രോഗികളെ മാറ്റാൻ ധൃതി പിടിച്ച് ഗവൺമെന്റ് നിർബന്ധിതമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു? ആ കെട്ടിടം സുസജ്ജമായിരുന്നു. ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി അത് നീട്ടിക്കൊണ്ടുപോയി. അതിന്റെ കൂടി ഫലമായിട്ടാണ്. സപ്പോസ് ഈ കെട്ടിടം നേരത്തെ തന്നെ രോഗികളെ അങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ ബിന്ദു, മകളുടെ ചികിത്സയ്ക്കായിട്ട് വന്ന ബിന്ദു, ഈ കെട്ടിടത്തിനടിയിൽ, ഈ മണ്ണിനടിയിൽ, ഈ കോൺക്രീറ്റിന്റെയും ഈ കല്ലിന്റെയും അടിയിൽ ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെടുകയുമായിരുന്നില്ല. അവരുടെ നഷ്ടം ഒരിക്കലും സർക്കാരിന് എന്ത് ചെയ്താലും നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ഇറപ്പേർ വിളിഞ്ചൊലി.